കോട്ടയം ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് ക്ഷണിച്ചതെന്ന് അറിയില്ല എന്ന് ക്ഷേത്രം ഭാരവാഹികൾ. തങ്കവാതിൽ സമർപ്പിച്ച വ്യക്തി എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വേദിയിൽ കയറിയതെന്നും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ 24 പറഞ്ഞു. ടോബി ജോൺസൺ തയ്യാറാക്കി റിപ്പോർട്ട് കാണും. തങ്കവാതിൽ സമർപ്പണ ഘോഷയാത്രയിൽ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അന്ന് ജയറാമിനൊപ്പം വേദിയിലും അദ്ദേഹം എത്തിയിരുന്നു. എന്തായാലും അന്നത്തെ ഇളമ്പള്ളി ക്ഷേത്ര സമിതിയുടെ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നായർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അന്ന് ഇദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നോ ഏതെങ്കിലും സ്റ്റേജിലേക്ക്? നോട്ടീസിലില്ല. ഈ സമർപ്പിക്കുന്ന 4-5 പേര് കൂടിയാണ് എന്ന് പറഞ്ഞതിൽ ഒരാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മറ്റൊരാൾ ഒരു അജി എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ബാംഗ്ലൂർ ഒരു ബിസിനസ്സുകാരനാണ്. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ഒരു വാസുദേവന്, പിന്നെ വേറെ കർണാടകത്തിലും അങ്ങനെയുള്ള 1-2 പേരുകൂടെ ഉണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. 4-5 പേര് കൂടിയാണ് സമർപ്പിക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഈ പരിപാടിക്ക് ചടങ്ങിന് അങ്ങനെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു? അല്ല, അവരൊക്കെ എല്ലാവരും കൂടെ കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത്. അവരാണ് ഈ വാതിൽ കൊണ്ടുവരുന്നത്. രാവിലെ 6 മണിക്ക് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിൽ വെച്ച് അവിടുത്തെ മേശാന്തി ഒരു പൂജയൊക്കെ കഴിഞ്ഞാണ് ഇത് അവിടെ രഥത്തെ കയറ്റുന്നത്. അമ്പലപ്പുഴക്കാരുടെ രഥമായിരുന്നു. വളരെ ആഘോഷമായിട്ട് എല്ലാം അലങ്കരിച്ചും എല്ലാം ആണ് അത് രഥത്തെ കയറ്റി വെച്ചു. ജയറാമത്തെ കയറി കുറേ ദൂരം പോകുന്നതിൻ്റെ ഒരു വളവൊക്കെ അന്ന് ഡൽഹി വരെ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ഒരു വലിയൊരു വാർത്തയായിട്ട് വന്നൊരു കാര്യമാണത്. വളരെ അപൂർവമായിട്ട് നടക്കുന്നൊരു കാര്യം എന്നുള്ള പരിഗണനയിലാണ്. ജയറാമിൻ്റെ പേരൊന്നും നോട്ടീസിലില്ല, കാരണം വരുമെന്നൊരു ഉറപ്പില്ലാഞ്ഞുകൊണ്ട്. പിന്നെ സമിതിക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊരു അറിയിപ്പ് കിട്ടിയത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ആദ്യം ഇതിന് നല്ല തേക്കിൻ്റെ പലക വേണമായിരുന്നു കഥകിന്. അതിന് ഈ വാസുദേവനോടാണ്, അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ വർക്കുകാരനാണ്, അദ്ദേഹത്തിനോട് സീക വാസുദേവൻ, അദ്ദേഹത്തിനോട് പറഞ്ഞ പുള്ളി ഏറ്റവും തേക്കിൻ്റെ ഏറ്റവും നല്ല ഭാഗം മാത്രം ആർത്തെടുത്ത്, അത് ഗുരുവായൂരൊരു നന്ദനാചാരി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്, അദ്ദേഹമാണ് ഒരു ഇത് കഥ പണിത് കൊടുത്തത്. അത് കൊണ്ടുവന്നിട്ട് ശബരിമല കൊണ്ടുപോയി അത് ഫിറ്റാകുമെന്ന് നോക്കിയിട്ടാണ് പിന്നെ സ്വർണ്ണം പൊതിയാനായിട്ട് രണ്ടാമത് കൊണ്ടുപോയത്. വാസുദേവന് പോറ്റിയുമായിട്ട് പരിചയമുണ്ട്? വാസുദേവന് പോറ്റിയായിട്ട് പരിചയം വരുന്നത് ഈ അജി എന്ന് പറയുന്ന ആളുമായിട്ട്. ബാംഗ്ലൂരെ വ്യവസായി ഒരു അജിയുണ്ട്, അത് ഈ വാസുദേവൻ്റെ ഒരു കൊച്ചിനായിട്ട് വരും. അങ്ങനെയാണ് ആ പുള്ളിയായിട്ട് ബന്ധം വന്നത്. അന്നേരം ഇദ്ദേഹം കൺസ്ട്രക്ഷൻ വർക്കിലായതുകൊണ്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ അജി ഈ വാസുദേവനോട് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് കൊണ്ടുപോകുന്നത്, പല കൊണ്ടുപോകുന്നത്. സമർപ്പിക്കുന്നവരിൽ 5 പേരിൽ ഒരാളെന്നുള്ള പേരിലാണ് വന്നത്? അതെ 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 അതെ, അങ്ങനെയാണ് വന്നത്. അതെ, നിങ്ങളോടൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയായിരുന്നു. അതെ, ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. ഇല്ല, നമുക്ക് അതെ അതെ, അദ്ദേഹമാണല്ലോ അതിൻ്റെ ഒരു പ്രധാന ആളെന്നുള്ളത്. നമ്മളെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതിൽ ഒരാളും അദ്ദേഹം തന്നെയാണ്. അജിയുടെ ഒരു നാട്ടിൽ നിന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു മരിച്ചു പോയ ഒരാൾ. പുള്ളിയുടെ നാടും നമ്മുടെ അവിടെ തന്നെയാണ്, ബാംഗ്ലൂരാണെങ്കിലും. അതാണ് എന്തായാലും തങ്കവാതിൽ സമർപ്പിച്ച ആളുകളിൽ ഒരാളെന്ന പേരിലാണ് അന്ന് ആ വേദിയിൽ ഇളമ്പള്ളി ക്ഷേത്രത്തിന്റെ ആ ഒരു സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തതെന്നാണ് ക്ഷേത്ര ഭാരവാഹി തന്നെ നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണം, വിജിലൻസ് അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.